ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ 2026 നീറ്റിൻ്റെ പ്രിപ്പറേഷൻ അതിൻ്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ഇന്ന് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ക്ലാസ്സിൽ വന്നതല്ലേ. അപ്പോൾ ഞാനും എൻ്റെ ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ്സിൽ കയറി. ശരിക്കും പറഞ്ഞാൽ 2 ബാച്ചായിട്ടായിരുന്നു ഇന്ന് കയറിയത്. അപ്പോൾ അത് കയറിയിട്ടാണ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ കയറിയപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പൾസ് കിട്ടുമല്ലോ. അപ്പോൾ ആ പൾസ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ആ കിട്ടിയ പൾസിന് അവരോട് പറയുന്ന അല്ലെങ്കിൽ അവരോട് പറയണം എന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എല്ലാവരോടും കൂടി പറയാം. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുമല്ലോ എന്ന് ഓർത്തു. ഇന്നിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ +2 വരെ ചിലരെങ്കിലും ഒരു സ്പൂൺ ഫീഡിങ് മെത്തഡോളജി നമ്മൾ ലെക്ചർ നോട്ട്സ് എഴുതി ശീലമില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എഴുതി തരുന്നു, അല്ലെങ്കിൽ ബോർഡിൽ എഴുതിയിടുന്നു, അങ്ങനെ പഠിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു +2 ഒക്കെ ആകുമ്പോൾ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 2 hours 3 hours ഒന്നും ഇരുന്ന് ശീലമില്ല. ഇന്ന് നമ്മുടെ ഷോർട്ട് സെഷനായിരുന്നു, 1.5 hour സെഷനായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2 hour സെഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, വരും. അപ്പോൾ നമ്മളെപ്പോഴും ഈ 1 hour സെഷൻ അറ്റൻഡ് ചെയ്യുന്നു. കോളേജ് ക്ലാസ്സിലൊക്കെ ആകുമ്പോഴും ഒരു 1 hour കൂടുതലുള്ള സെഷൻ വന്നാലും നമ്മളങ്ങനെ ഒരു കോൺസെൻട്രേഷനൊന്നും ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ലായിരിക്കാം. എല്ലാവരും അല്ല കേട്ടോ, ചിലരെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഡ്യൂറേഷനിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ചിലരെങ്കിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവർ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പേടിച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മിസ്സ് 1.5 മണിക്കൂർ പറഞ്ഞ കാര്യവും എനിക്ക് 1.5 മണിക്കൂറും കേൾക്കാൻ പറ്റിയില്ല, എവിടേക്കോ മിസ്സിങ് വരുന്നു, ഇത് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. തോന്നുന്നവരും ഉണ്ട്, തോന്നിയവരും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അഡാപ്റ്റേഷൻ ഡിഫറെൻ്റ് ആണ്. അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇന്നലെ വരെ 10 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്നിട്ടുള്ളൂ എങ്കിലും ഇന്ന് ഓക്കെ ആണ്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇരിക്കാൻ പെട്ടെന്ന് അതിനോട് അഡാപ്റ്റ് ചെയ്ത് വരുവാൻ ഓക്കെയാണ്, അവരത് ഓക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുമ്പോഴെല്ലാം ഒരു വലിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇരിക്കാൻ പറ്റും. ഇനി അങ്ങനെ ഇല്ലാത്ത കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് നിങ്ങളവിടെ കൊടുത്തേ പറ്റും. കാരണം ഡിസ്ട്രാക്ഷൻ ഉണ്ടാകരുത് അല്ലെങ്കിൽ ഒന്ന് മാറിപ്പോകരുത് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരാണ്, എല്ലാവരും മാറിപ്പോകും. ക്ലാസ്സിൽ തന്നെ നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് 1.5 hour അല്ലെങ്കിൽ 2 hours കൃത്യം പഠിപ്പിക്കുന്നത് എല്ലാ വേർഡ്സും കേട്ട് അങ്ങനെയൊന്നും ആർക്കും ഇരിക്കാൻ പറ്റില്ല. വി ആർ നോട്ട് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. ഡെഫിനറ്റായിട്ടും ഡിസ്ട്രാക്ഷനൊക്കെ വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മളൊന്ന് നോക്കിപ്പോവും, അല്ലെങ്കിൽ വിട്ടുപോകും. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിപ്പാണ്. ചിലപ്പോൾ നമുക്കൊരു മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് പലതരത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ വെനെവർ യു ആർ ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ആദ്യം നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലല്ലോ, അത് കോമൺ ആണ് എന്നെടുക്കരുത്. ഡിസ്ട്രാക്ഷൻ ഉണ്ട്, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത മനുഷ്യരില്ല. സോ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആണ്, അപ്പോൾ അത് എനിക്ക് തിരിച്ചു വരണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്താണോ നിങ്ങളുടെ ആഗ്രഹം, എന്തിനാണോ നിങ്ങളിവിടെ വന്നത്, അതിനെക്കുറിച്ചാണ് ആ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോഴും അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വൈറ്റ് കോട്ട് സ്വപ്നം കണ്ട്, നിങ്ങളൊരു മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ടായിരിക്കും ഇവിടെ വന്നത്. ഇനി അങ്ങനെ അല്ലാത്തവർ സ്വപ്നം കണ്ട് തുടങ്ങിക്കോ. കാരണം ഡെഫിനറ്റായിട്ടും നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി സ്വപ്നം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്വപ്നം കാണാം. ആ ഒരു സ്വപ്നമായിരിക്കണം എപ്പോഴും നിങ്ങളെ പിടിച്ച് വലിക്കേണ്ടത്. നമ്മൾ ഒന്ന് നടന്നു തുടങ്ങിയപ്പോൾ വീഴാതെ അല്ല നമ്മൾ നടന്ന് പഠിച്ചത്. എത്രയോ പ്രാവശ്യം നമ്മൾ വീണിട്ടുണ്ട്. പക്ഷെ വീണപ്പോഴൊന്നും തന്നെ അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്നോ ഇത് ഞാൻ നടക്കൂല എന്നോ വിചാരിച്ച് നമ്മളവിടെ കിടന്നില്ല. എത്ര പ്രാവശ്യം വീഴുന്നോ അതിനേക്കാളും വേഗത്തിൽ നമ്മൾ എണീറ്റ് വന്നു. അതേ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും, ചിലപ്പോഴൊക്കെ ശ്രദ്ധ വിട്ടുപോകുന്നു, ചിലപ്പോഴൊക്കെ നമ്മൾ എഴുതാനും വായിക്കാനും ഒക്കെ മറന്നു പോകുന്നു. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ പോകുന്നു. ആദ്യത്തെ ഒരു വീക്കിലൊക്കെ ഇത് വളരെ കോമണുമാണ്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ മാറിപ്പോകുന്നു അപ്പോഴൊക്കെ നിങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങളെ തിരിച്ച് വലിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടത് അങ്ങനെ തന്നെ കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് പ്രൊഫസറിനെ കേട്ടു, 6ാമത്തെ മിനിറ്റ് നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് ആലോചിച്ച് പോവുകയാണ്. ആ ആലോചന കണ്ടിന്യൂ ചെയ്ത് പിന്നെ അതങ്ങ് തുടർന്നു പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വിട്ട് നമ്മൾ ആലോചിച്ച് തുടങ്ങുന്ന നിമിഷം തന്നെ നിങ്ങളത് തിരിച്ചറിയുകയും നോ ഞാനിവിടെ ഒരു ആഗ്രഹത്തിനാണ് വന്നത്, എനിക്കത് നേടിയേ പറ്റൂ, ഇതല്ല ഞാൻ ഡെഫിനറ്റായിട്ട് ഞാൻ ടീച്ചറിനെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞ് തിരിച്ചു വരികയും വേണം. ഒരു പക്ഷേ തിരിച്ചു വന്ന് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആവാം, സാരമില്ല.
അടുത്ത മിനിറ്റിലും നിങ്ങൾ ഇത് തന്നെ പറയണം. എപ്പോഴാണോ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. കാരണം അങ്ങനെ സമ്മതിച്ചാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അമ്മയെ മിസ് ചെയ്തു, അത് ആലോചിച്ചു ഇപ്പോൾ അമ്മ എന്ത് ചെയ്യായിരിക്കും, അമ്മ എന്നെ ഓർക്കുമായിരിക്കുമോ, എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആലോചിച്ചാൽ ആ ആലോചന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ പോകും. അവിടെ നമുക്ക് വലിയ ഡിസ്ട്രാക്ഷൻ വരികയുമില്ല. പക്ഷേ നമ്മൾ അവിടെ പർപ്പസ്ഫുള്ളി ഇപ്പം ഞാൻ അമ്മയെക്കുറിച്ചും ഒന്നുമല്ല ചിന്തിക്കേണ്ടത്, ഞാൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, സോ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഞാനൊന്ന് അഡാപ്റ്റഡ് ആകണം, അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമമാണോ എനിക്ക് തിരിച്ചു വരണം. എന്നിട്ട് വീണ്ടും അദ്ദേഹം എന്താണ് പറയുന്നത്, ക്ലാസ് എടുക്കുന്ന ആൾ എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീണ്ടും ഡൈവേർട്ടഡ് ആവുന്നു, സാരമില്ല, വീണ്ടും നിങ്ങൾ നിങ്ങളിലേക്ക് വരണം. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത്, ഇത് ഡിസ്ട്രാക്ഷൻ മാത്രമല്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തു പോയ അല്ലെങ്കിൽ പറഞ്ഞു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായി വരും. എന്താണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ മാറ്റേണ്ട ഇൻപുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറേ പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഒരു 3 മിനിറ്റിൽ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 8 മിനിറ്റിലേ പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുള്ളൂ. ആ 8 മിനിറ്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി നിങ്ങൾക്കൊരു 15-20 മിനിറ്റ് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ പറ്റും. പിന്നെ അത് 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി, അങ്ങനെ ഇരിക്കാൻ പറ്റും. സോ നമുക്കിന്ന് ഏറ്റവും നല്ലൊരു തുടക്കമല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ആലോചിച്ച് പോയാൽ മതി. എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ചിന്ത അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ക്ലാസ്സിലിരുന്ന് കൊടുക്കുന്നത് പോരാഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്കത് ഉച്ചത്തിൽ പറയാൻ, ഉച്ചത്തിൽ റൂമിലൊക്കെ പറയാൻ മടിയുള്ളവരാണെങ്കിൽ കുളിക്കുമ്പോഴെങ്കിലും ഒക്കെ ശബ്ദം ഉച്ചത്തിൽ അത് പറയാം. കാരണം നമ്മൾ എത്രത്തോളം അത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിസ്റ്റം അത് കേട്ടത് അഡാപ്റ്റഡ് ആവുകയാണ്. അതുപോലെ തന്നെ ഇനി അതിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളൊന്ന് എഴുതി വെച്ചോ, ഇല്ല പറ്റില്ല, എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ പറ്റില്ല, ഞാൻ പഠിക്കും, എനിക്കത് വേണം, അങ്ങനെ എഴുതി വെച്ചോ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ നമ്മളിലേക്ക് ഒരു ഉറപ്പിനെ കൊണ്ടുവരാനാണ്. അതാവട്ടെ നല്ലൊരു തുടക്കം. നമ്മുടെ മനസ്സ് നന്നായിട്ടൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിനുവേണ്ടി പണിയെടുത്തോളും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇന്ന് നല്ലൊരു തുടക്കം. എപ്പോഴെങ്കിലും മാറിപ്പോകുന്നെങ്കിൽ പർപ്പസ്ഫുള്ളി തിരിച്ചു വരിക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.